ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മധുരമാങ്ങ പുളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ, 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങേൻ്റെ പുളി നോക്കി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങ ഏതാണോ, അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇതങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു മാങ്ങേൻ്റെ തോല് കളയാതെയാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്കിത് വെന്ത് വരാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പുളിക്കനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് പുളിയുള്ളതാണെങ്കിൽ അത്യാവശ്യം ശർക്കര ചേർത്ത് കൊടുക്കണം. ചെറിയ മധുരമുള്ളതാണെങ്കിൽ കുറച്ച് മതിയാകും കേട്ടോ. പിന്നെ ഉലുവയും കടുകും സമം ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. 1 ടീസ്പൂണ് ഉലുവയാണെങ്കിൽ 1 ടീസ്പൂൺ കടുക് എടുത്ത് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.